ഹായ് ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു സെൽഫ് പോർട്രേറ്റ് വീഡിയോ ആണ്. എൻ്റെ കമൻറ്റ് ബോക്സിൽ ഫുള്ളും വരുന്നത് ഞാൻ ഷോർട്ട്സ് ഇടുന്ന സമയത്തെല്ലാം വരുന്നത് എന്താണ് പ്ലീസ് ചേച്ചി സെൽഫ് പോർട്രേറ്റ് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള രണ്ട് ഫോട്ടോഷൂട്ടാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ വന്നിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള നമുക്ക് വാട്സപ്പ് ഡി പിക്കകത്തൊക്കെ വേണ്ടിയിട്ട് അങ്ങനത്തെ തരത്തിലുള്ളൊരു ഫോട്ടോഷൂട്ട്. സെക്കൻഡ് ഒരു മൂവി ഇൻസ്പയർഡ് ചെയ്തിട്ട് ആ ഒരു തീമിനെ ആ ഒരു കഥാപാത്രത്തെ വെച്ചിട്ട് ഈ ഒരു ബട്ടർഫ്ലൈ ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ മെയിൻ പ്രോപ്പർട്ടി വന്നിട്ട് ഈ ഒരു ബട്ടർഫ്ലൈ ആണ്. ഇത് വന്നിട്ട് ഞാൻ ആമസോണിൽ നിന്ന് ഒരു 1 year ബാക്ക് വാങ്ങിച്ചിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സ്റ്റിക്ക് ചെയ്യാനുള്ള പശ കാര്യങ്ങളൊന്നുമില്ല, മറിച്ച് അതിൻ്റെ താഴെ ഇതുപോലെ മാഗ്നറ്റിക് ആയിട്ടുള്ള സംഭവം മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ആ ഒരു മാഗ്നറ്റിക് സംഭവങ്ങൾ മാത്രമേ അത് ഒട്ടി പിടിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം അല്ലാതെ നല്ല കളർഫുള്ളായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ബട്ടർഫ്ലൈസ് വെച്ചിട്ടാണ് നമ്മുടെ ആ ഒരു സെൽഫ് പോർട്രേറ്റ് നമ്മൾ കംപ്ലീറ്റ് ആകാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ എൻ്റെ ഇതിൻ്റെ എഡിറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇടുമോ എന്ന് ചോദിച്ചു. ഉറപ്പായിട്ടും ഇടുന്നതാണ്. കാരണം അത് എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഞാനത് എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കത് കൺവേ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഞാൻ നല്ലൊരു ട്യൂട്ടോറിയലായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ 2 തീമിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒന്ന് കളർഫുൾ തീമിന് വേണ്ടിയിട്ട് ഈ ഒരു റെഡ് ചാർട്ടാണ് എടുക്കുന്നത്. പിന്നെ ആ ഒരു മൂവി ഇൻസ്പയർഡ് ചെയ്തിട്ടൊരു ഡാർക്ക് തീമിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ഒരു ചാർട്ട് നമ്മുടെ ആ ഒരു സൈസിന് പറ്റിയിട്ടുള്ള ഒരു ചാർട്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ആക്കാം. അത് ഞാൻ ജസ്റ്റ് നമ്മുടെ ടെറസിൻ്റെ മുകളിലാണ് ഇന്ന് ഫോട്ടോസ് എടുക്കുന്നത്. ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ കീഴിലാണ്. അപ്പോൾ അതങ്ങനെ ജസ്റ്റ് ഒന്ന് ഭിത്തിയിലൊട്ടിച്ച് വെച്ചിട്ട് നമ്മുടെ ട്രൈപോഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടികളൊക്കെ കമത്തി വെച്ചിട്ട് എടുത്താലും മതി. ഞാൻ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇനി നമുക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ മേക്കപ്പാണ്. നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്താലേ ആ ഒരു ഫോട്ടോയ്ക്ക് നമുക്ക് നന്നായിട്ട് ആ ഒരു ഫോട്ടോയിൽ ഇരിക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇടുവാണെങ്കിൽ തന്നെയും കുറച്ചൊന്ന് ഓവറാക്കി ഇട്ടാലേ ആ ഒരു ഫോട്ടോ കുറച്ചും കൂടി എടുത്ത് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഞാനൊരു മേക്കപ്പ് ചെയ്തത്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഫൗണ്ടേഷൻ ഇട്ട് കണ്ണെഴുതി ലെൻസ് വെച്ചു, അതാണ് ചെയ്തേക്കുന്നത്. പക്ഷേ എനിക്ക് ഒരു മേക്കപ്പ് ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇത്രയും തന്നെ മതിയാവും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ബട്ടർഫ്ലൈ സ്റ്റിക്ക് ചെയ്യാൻ പാടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഈ വയേഴ്സ് എടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് ഇതേപോലെ ഒന്ന് മുടിക്കകത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ ഇരുന്നോളും. പിന്നെ എൻ്റെ ദേഹത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഇങ്ങനെ പിറക്കി വെച്ചിട്ടുണ്ട്. എവിടെയാണോ വെക്കുന്നത് അതങ്ങനെ തന്നെ ഇരുന്നോളും. അങ്ങനെ ഒരു ബെനിഫിറ്റ് അതിനുണ്ട്. പിന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതേപോലെ പശയുള്ളത് നോക്കി വാങ്ങിക്കാൻ ശ്രദ്ധിക്കാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആ ഒരു സെൽഫ് പോർട്രേറ്റിനുള്ള ബാക്ക്ഗ്രൗണ്ടും ഡ്രസ്സും കാര്യങ്ങളും. ഇത് ആ ഒരു ക്യാരക്ടറിനെ ഇൻസ്പയർഡ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളും വെച്ചിട്ട് ആ ഒരു ബട്ടർഫ്ലൈ തീമിൽ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒരു ഫോട്ടോ എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുകയാണ്. ഞാൻ ആ ഒരു ക്യാരക്ടറിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം. വെനസ്ഡേ ആദംസ് എന്നാണ്. വെനസ്ഡേ എന്ന് പറഞ്ഞ വെബ് സീരീസ് ആണ്. വെനസ്ഡേ ആദംസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫൈനൽ റിസൾട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക.